ഒരു മുൻ CIA ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാന് കീഴടക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? 5000 വർഷമായിട്ട് അവരവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരവിടെ തന്നെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. 5000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഇറാൻകാർ. പ്രാചീനമായ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. പെർഷ്യൻ സാമ്രാജ്യം, അതിന് മുമ്പുള്ള സാമ്രാജ്യങ്ങൾ, അങ്ങനെ എലമേറ്റ് സാമ്രാജ്യം തൊട്ടിട്ട് ഇന്നോളമുള്ള നിരവധി ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, 5000-ഓളം വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദീർഘകാല പാരമ്പര്യമുള്ള ജനതയാണ്. അവർക്ക് അവരുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാം. അവർക്ക് അവർ എന്തുതരം വിപത്ത് വന്നാലും അവരതിനെ നേരിടും. അങ്ങനെയുള്ള ജനങ്ങളെ നേരിടാനാണ് ഒരല്പം പോലും ജോലി സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും താങ്ങാൻ വയ്യാത്ത ഈ പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാർ വരുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഇറാനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുക? ഇറാനോടൊന്നല്ല, ഇന്ത്യയോട് അവർക്ക് പറ്റില്ല. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പോലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതി ഇന്ത്യക്കാരോട് ഒട്ടും തന്നെ പറ്റില്ല. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള എല്ലാവിധ പരിശീലനമുള്ള ഏറ്റവും മികച്ച ട്രെയിനിങ് കിട്ടിയേക്കണ ഒരു സൈന്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ്. പട്ടാളത്തിന് പല മേഖല യുദ്ധം ചെയ്യണം. പർവ്വത പ്രദേശങ്ങൾ, അത് തന്നെ സ്ഥിരമായിട്ട് മല ഇടിഞ്ഞു വീഴുന്നിടം, മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നിടം, ഗ്ലേഷ്യറുകൾ അഥവാ കടുത്ത മഞ്ഞുമലകൾ, മരുഭൂമി, കടൽ തീരങ്ങൾ, നദികൾ തുടങ്ങിയല്ല. ഇതൊക്കെ കൂടാണ്ട് ഇന്ത്യയിൽ വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 സീസണിലെങ്കിലും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഇതിനെ നേരിടാനും ഇറക്കുന്നത് പട്ടാളത്തെയാണ്, ജനങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ വെള്ളപ്പൊക്കം ഉള്ളിടത്ത് പോകുന്നു, ഹെലികോപ്റ്റർ അല്ലാണ്ടൊക്കെ പോയി, അല്ലെങ്കിൽ താൽക്കാലിക പാലമൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ രക്ഷിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നു, മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു, ആവശ്യത്തിന് ആൾക്കാർ റെസ്ക്യൂ ചെയ്യുന്നു, ഇവർക്ക് വേണ്ടി താൽക്കാലിക ക്യാമ്പ് ഉണ്ടാക്കുന്നു, അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു. ഇത് വർഷത്തിൽ 2-3 തവണ ഇത് ഇന്ത്യയിൽ പട്ടാളക്കാരൻ അനുഭവിക്കുന്നതാണ്. ഇതൊന്നും അമേരിക്കൻ പട്ടാളക്കാരൻ അറിയേണ്ട ആവശ്യമില്ല. യൂറോപ്പിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ അധികം ഇല്ല. പട്ടാളം ഒരു പരിധിക്കുള്ളിൽ ഇത്തരം സ്ഥലങ്ങൾ അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ അങ്ങനെയല്ല. കേരളത്തിൽ പോലും ഓർക്കണം, വെള്ളപ്പൊക്ക സമയത്ത് 2013 ഒരു വെള്ളപ്പൊക്കമുണ്ട്. ഇതിനുശേഷം 2018 വെള്ളപ്പൊക്കമുണ്ട്. ഇന്ത്യൻ ആർമി, കരസേനയുണ്ട്, വ്യോമസേനയുണ്ട്, നാവികസേനയുണ്ട്. ഇത് മൂന്നും കേരളത്തിൽ പ്രത്യേകിച്ച് 2018 വെള്ളപ്പൊക്ക സമയത്ത് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അതായത് കടുത്ത പരിസ്ഥിതിയിൽ ഒരു സമ്മർദ്ദവും ബാധിക്കാത്ത വിധത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് പട്ടാളത്തിന് കൊടുക്കണം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരാൾ തെങ്ങേന്ന് വീണു, അല്ലെങ്കിൽ ബൈക്ക് ഇടിച്ച് താഴെ വീണു, എത്ര പെട്ടെന്നാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. അയാളെ ആശുപത്രി എത്തിക്കുന്നു, മറ്റു കാര്യങ്ങൾ നോക്കുന്നു, അവൻ്റെ ഒപ്പം നിൽക്കുന്നു. ഒരു സേവന മനോഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മളപ്പോൾ ഉറക്കം ഉപേക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ സുഖങ്ങളും മാറ്റി വെച്ചിട്ട് അന്യന് വേണ്ടി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ഒരാൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ഈ പരിസ്ഥിതികളായിട്ട് ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. അതിന് യുദ്ധമുന്നണിയായാലും ശരി, സേവനം കൊടുക്കേണ്ടതായാലും ശരി, പ്രകൃതിക്ഷോഭം ഉണ്ടായാലും ശരി, അവൻ പിടിച്ചു നിൽക്കും. ഇത്തരം ട്രെയിനിങ്ങുള്ള പട്ടാളം എത്രയുണ്ട് ലോകത്ത്? സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ഒന്ന് ഇന്ത്യയുടെ പട്ടാളമാണ്, മറ്റൊന്ന് പാകിസ്ഥാൻ്റെ പട്ടാളമാണ്. ബംഗ്ലാദേശ് പട്ടാളം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഒരേ തരത്തിലുള്ള ജനതയാണ്, ഒരേപോലുള്ള ഭൂമികളാണ്, കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് ഒരുപോലെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഗൂർഖ സൈന്യമാണ്, നേപ്പാളിൻ്റെ. ഇന്നും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഗൂർഖ റെജിമെൻറ്റിനെ നിലനിർത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അസാമാന്യ യുദ്ധവീര്യവും അവർ സമ്മർദ്ദം ബാധിക്കാണ്ട് യുദ്ധം ചെയ്യാനുള്ള അവരുടെ കഴിവുമാണ്. നമ്മൾ അവിടം കഴിഞ്ഞ് നമ്മൾ നേരെ പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം ഇറാൻ വരെയാണ് ഇത്തരം ക്വാളിറ്റിയുള്ള ജനതയുടെ യുദ്ധം കാണാൻ പറ്റുള്ളൂ. അവിടം വരെ, പാകിസ്ഥാനും കഴിഞ്ഞ് ഇറാൻ വരെയുള്ള ജനതയ്ക്ക് അവർക്ക് യുദ്ധവീര്യമുണ്ട്, യുദ്ധരംഗത്ത് പിടിച്ചു നിൽക്കും, മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അതിനപ്പുറത്തേക്ക് പോയാൽ നമ്മൾ നോക്കണം, ഇറാൻ വിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ ഈ ക്വാളിറ്റി ഇല്ല. അതിനപ്പുറത്ത് യൂറോപ്പിലേക്ക് കയറിയാൽ ഈ ക്വാളിറ്റി ഇല്ല. അതേ യൂറോപ്യന്മാർ തന്നെയാണ് അങ്ങ് പാശ്ചാത്യൻ്റെ ഭാഗമായിട്ടുള്ള അമേരിക്കയിൽ കിടക്കുന്നത്. അവർക്കൊന്നും ഇങ്ങനെ അതിജീവിക്കാനോ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള കഴിവുകളൊന്നുമില്ല. ടെക്നോളജി കൊണ്ട് യുദ്ധം ജയിക്കുന്നവരാണ് പാശ്ചാത്യർ. യൂറോപ്പിൻ്റെ സൈന്യങ്ങളാണെങ്കിലും അമേരിക്കയുടെ സൈന്യങ്ങളാണെങ്കിലും അവർക്ക് ടെക്നോളജി വേണം. ദീർഘകാലം യുദ്ധമുന്നണിയിൽ നിൽക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കൂടുതൽ കാലം നിലനിന്ന് പോയാൽ പിന്നെ സൈക്യാട്രിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ അവന് പ്രാന്താവും. എന്നാൽ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കും, ഏറ്റവും കൂടുതൽ ദീർഘകാലം ഒരു വ്യക്തി യുദ്ധമുന്നണിയിൽ തുടർന്ന ആരായിരിക്കും? പണ്ട് 1945 2ാം ലോകയുദ്ധം അവസാനിച്ചിട്ടും അതറിയാതെ യുദ്ധം തുടർന്നൊരു ജാപ്പനീസ് പട്ടാളക്കാരുണ്ടായിരുന്നു. ഫിലിപ്പീൻസിൽ ഉണ്ടായിരുന്ന ജാപ്പനീസ് വ്യോമസേനയിലെ ഏതാനും സൈനികർ. അവരെന്ത് ചെയ്തു? അവരവിടെ ഗറില്ല പ്രവർത്തനത്തിലായിരുന്നു. ചാരപ്രവർത്തനവും ഗറില്ല പ്രവർത്തനവും നടത്തുമായിരുന്നു. അവർ സമീപ ഗ്രാമങ്ങളിലെ ആൾക്കാരുമായിട്ട് ഒരു യുദ്ധം ചെയ്യണ്ടായിരുന്നു. പലരെയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. വനങ്ങളിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവർക്ക് കിട്ടിയ ഓർഡർ എന്തായിരുന്നു? ഒരു കാരണവശാലും കീഴടങ്ങരുത്, യുദ്ധം തുടരുക. നിർത്താനുള്ള ഓർഡർ അവർക്ക് കിട്ടിയില്ല. 1945 ജപ്പാൻ കീഴടങ്ങിയിട്ട് പോലും, അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വീണു, ജപ്പാന് കീഴടങ്ങേണ്ടി വന്നു. കീഴടങ്ങിയിട്ട് പോലും ഇവരത് അറിഞ്ഞില്ല. കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ വ്യോമസേന അവിടെ പല ലഘുലേഖകളും വർഷിച്ചു. അത് കിട്ടിയിട്ട് പോലും ഇവർ വിശ്വസിച്ചില്ല. കാരണം സ്വന്തം കമാൻഡറിൽ നിന്ന് കിട്ടിയ ഉത്തരവ് എന്ന് പറയുന്നത് കീഴടങ്ങരുതെന്നായിരുന്നു. അവർ യുദ്ധം തുറന്നു. എത്ര നാൾ? അത് 1974 വരെ യുദ്ധം തുറന്നു.
45-ൽ യുദ്ധം തീർന്നു. പക്ഷേ 74 വരെ യുദ്ധം തുടർന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, അവരെത്ര കാലം, അവരേതാണ്ട് 29 കൊല്ലത്തോളം വീണ്ടും യുദ്ധരംഗത്ത് തുടരുക ചെയ്ത്. തീർന്നുപോയ യുദ്ധം, അതറിയാണ്ട് യുദ്ധം തുടരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക യുദ്ധം അവസാനിച്ചത് 1974 പറയേണ്ടി വരും. അത്രയും കാലം ഇവർ യുദ്ധം ചെയ്തു. അവസാനം ഒരാൾ മാത്രമായി. അത് ഹിരോ ഒണാഡ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സൈനികൻ മാത്രമാണ് ബാക്കിയായത്. അവസാനം അദ്ദേഹത്തെ കൊണ്ട് യുദ്ധം നിർത്തിക്കേണ്ടി വന്നു. കാരണം പുള്ളി വീണ്ടും യുദ്ധരംഗത്ത് തുടരുന്നു. ചിലപ്പോൾ ആരെങ്കിലും കൊന്നെന്ന് വരും, അപകടത്തിൽപ്പെട്ടെന്ന് വരും. അവസാനം ജപ്പാനിൽ നിന്ന് പോയ ചിലർ അദ്ദേഹത്തെ കണ്ടെത്തി, കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തു? പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തുപോയ അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസറെ കൊണ്ടുവന്നു. അത് യോഷിക തനിഗുച്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അന്നത്തെ മേജറായിരുന്ന ഒരു വ്യക്തി. ആ ആളെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് ഇദ്ദേഹം യുദ്ധം നിർത്തിയതും ഇദ്ദേഹത്തെ പിരിച്ചു വിടാനുള്ള കമാൻഡ് കൊടുത്തു. അതിനുശേഷമാണ് പുള്ളി യുദ്ധം നിർത്തുന്നത്, കീഴടങ്ങുന്നു. പിന്നീട് അദ്ദേഹത്തെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആലോചിച്ച് നോക്കണം, ആ ജപ്പാൻ പട്ടാളക്കാരൻ എത്ര നാൾ, ഇതിവിടെ 9 മാസമാണ് ഒരു എബ്രഹാം ലിങ്കൺ ഗൾഫിലെ കടലിൽ കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടെ പട്ടാളക്കാർക്കിടയിൽ മാനസിക സമ്മർദ്ദം വളർന്നു. നേരെ തിരിച്ച് ജപ്പാൻ്റെ പട്ടാളക്കാരൻ യുദ്ധരംഗത്ത് 30 വർഷത്തോളം തുടരുകയാണ്. യുദ്ധം, നിരന്തര യുദ്ധം, ബന്ധുക്കളെ കാണാനില്ല, സുഹൃത്തുക്കളില്ല. അവസാനം അയാൾ ഒറ്റയ്ക്കായി. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു, ചിലർ കീഴടങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തി ഒറ്റയ്ക്കായി. പക്ഷേ അയാളുടെ മനസ്സിൻ്റെ ധീരതയും ആ തീവ്രത ആലോചിച്ച് നോക്കൂ. അയാൾ യുദ്ധം നിർത്തുന്നില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, അതിൻ്റെ പേരാണ് ചുമതലാബോധം. അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസർ ഒരു ഓർഡർ കൊടുത്തിരുന്നു, കീഴടങ്ങരുത്, യുദ്ധം ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം അനുസരിച്ച് പോവാണ്. ഇത്തരം ഒരു സിമ്പിൾ 2 വാക്കുകൾ കിടക്കുന്ന ഒരു ഓർഡർ അനുസരിക്കാൻ പോലും അമേരിക്കൻ പട്ടാളക്കാരനെ കൊണ്ട് പറ്റില്ല. വെള്ളത്തൊലിക്കാരനെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ദീർഘകാലമൊന്നും പറ്റില്ല. അവനവൻ്റെ വീട്ടുകാരെ കണ്ടില്ല, എൻ്റെ അമ്മയെ കണ്ടില്ല, അച്ഛനെ കണ്ടില്ല, അല്ലെങ്കിൽ കാമുകിയെ കണ്ടില്ല, ഭാര്യയെ കണ്ടില്ല, മക്കളെ കണ്ടില്ല, അവന് പ്രശ്നമാണ്. ഇതെല്ലാം ജപ്പാൻകാർക്കും ഉണ്ട്, ഇതെല്ലാം ഇന്ത്യക്കാർക്കും ഉണ്ട്. പക്ഷേ യുദ്ധരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യം പ്രധാനം, ചുമതല അതിലും പ്രധാനം എന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാടുകളിലെ പട്ടാളക്കാർ. ഏഷ്യയുടെ ഒരു ക്വാളിറ്റിയാണത്. ഏഷ്യൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ചുമതലാബോധം അങ്ങേയറ്റമുണ്ട്. എബ്രഹാം ലിങ്കണിൽ എന്താണ് സംഭവിച്ചത്? അവിടെ കലാപമായി. 7 പട്ടാളക്കാർ, 7 നാവികർ കൊല്ലപ്പെട്ടു എന്നാണ്, പരസ്പരം കത്തിക്കുത്തി. അവിടെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു ജനറൽ, ഒരു അഡ്മിറലോ മറ്റോ അവിടെ കപ്പൽ സന്ദർശിച്ചപ്പോഴാണ് പരാതിയായിട്ട് കൂട്ട ആൾക്കാർ വരുന്നു, ബഹളം ഉണ്ടാകുന്നു. അദ്ദേഹത്തെ തന്നെ ഇവർ മറ്റു പട്ടാളക്കാർ കുപ്പി വെച്ചെറിയുന്നതൊക്കെ. കാരണം യുദ്ധം തുടർന്നു, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം അത് സുഖസൗകര്യങ്ങളുടെ കുറവ് വന്നതുകൊണ്ട് കൂടിയാണ്. കാരണം ഈ ഷിപ്പിൽ സത്യത്തിൽ അതിനകത്തെ ടോയ്ലറ്റൊക്കെ കുറേ എണ്ണം ബ്ലോക്കായി. മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നത്. നേരവാണ്ട് ഉറങ്ങാൻ സ്ഥിതിയായി. ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞു തുടങ്ങി, റേഷനിങ് ആയി. എല്ലാം കൂടെ വന്നതോടെ ഇവർക്കാകെ ഭക്ഷണ ദൗർബല്യം, നിത്യകർമ്മങ്ങൾ നേരവണ്ണം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു നോർമൽ ലൈഫ് അവിടെ ഒട്ടും തന്നെ കിട്ടുന്നില്ല. ഇതോടുകൂടി ഇവർക്ക് മാനസിക സമ്മർദ്ദമായി, പ്രശ്നങ്ങളായി. അവിടെ തന്നെ പരസ്പരം തർക്കങ്ങളായി, കലാപങ്ങളായി. അവസാനം ചേരിതിരിഞ്ഞ് തമ്മിൽ തെല്ലുന്ന സൈനികർ എന്നുള്ള ലെവലിലേക്കായി. ഓർക്കുക, പാളയത്തിൽ പട എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അവനവൻ്റെ പാളയത്തിൽ പട. ട്രംപ് അനുഭവിക്കുന്നത്, അമേരിക്കൻ സൈന്യം അനുഭവിക്കുന്നത് ഇപ്പോൾ പാളയത്തിൽ പടയാണ്. ഇത്തരമൊരു സൈന്യത്തെ വെച്ചുകൊണ്ടാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്. എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുൻ CIA ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാന് കീഴടക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? 5000 വർഷമായിട്ട് അവരവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരവിടെ തന്നെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. 5000 വർഷം പഴക്കമുള്ളൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഇറാൻകാർ. പ്രാചീനമായ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. പെർഷ്യൻ സാമ്രാജ്യം, അതിന് മുമ്പുള്ള സാമ്രാജ്യങ്ങൾ, അങ്ങനെ എലമേറ്റ് സാമ്രാജ്യം തൊട്ടിട്ട് ഇന്നോളമുള്ള നിരവധി ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, 5000-ഓളം വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദീർഘകാല പാരമ്പര്യമുള്ള ജനതയാണ്. അവർക്ക് അവരുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാം. അവർക്ക് എന്തരം വിപത്ത് വന്നാലും അവരതിനെ നേരിടും. അങ്ങനെയുള്ള ജനങ്ങളെ നേരിടാനാണ് ഒരല്പം പോലും ജോലി സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും താങ്ങാൻ വയ്യാത്ത ഈ പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാർ വരുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഇറാനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുക? ഇറാനോടൊന്നല്ല, ഇന്ത്യയോട് അവർക്ക് പറ്റില്ല. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പോലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യക്കാരോട് ഒട്ടും തന്നെ പറ്റില്ല. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള എല്ലാവിധ പരിശീലനമുള്ള ഏറ്റവും മികച്ച ട്രെയിനിങ് കിട്ടിയേക്കണ ഒരു സൈന്യം എന്നുള്ള ഇന്ത്യൻ സൈന്യം തന്നെയാണ്. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കണമല്ല. മൊത്തത്തിൽ ഇവിടെ ജീവിതം തന്നെ സമ്മർദ്ദമാണ്. ഭാരതത്തിൽ നമ്മുടെ ജീവിതം തന്നെ സമ്മർദ്ദത്തിലാണ്, പട്ടാളത്തിലെ ജീവിതം അതിലെ സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് അവൻ സ്വയം അതിജീവിക്കും. അങ്ങനെയാണ്. ഇവരെ സംബന്ധിച്ച് അല്ലലില്ലാത്ത ജീവിതമാണ്. അവരെ സംബന്ധിച്ച് കോളേജിൽ പോകണം എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും പട്ടാള ക്യാമ്പ്. പക്ഷേ അതുപോലെയാണ് പട്ടാള ക്യാമ്പെന്ന് വിചാരിച്ച് യുദ്ധരംഗത്ത് നിന്നാലും വെടികൊണ്ട് തീരത്തേ ഉള്ളൂ. അമേരിക്കൻ പട്ടാളക്കാരൻ ടെക്നോളജി ഉപയോഗിച്ച് യുദ്ധങ്ങൾ ജയിക്കുന്നതുകൊണ്ടാണ് അവൻ ഈ പ്രശ്നം അനുഭവിക്കാത്തത്. പക്ഷേ എന്നാണോ ശരിയായ യുദ്ധം അമേരിക്കൻ പട്ടാളക്കാരൻ നേരിടുന്നത്, അന്ന് അവൻ ഒന്നുകിൽ വെടികൊണ്ട് ചാവും, അല്ലെ പുറംതിരിഞ്ഞു കൊടുക്കും. രണ്ടും അല്ലെങ്കിൽ 2 കൈ തലയ്ക്ക് മുകളിൽ കാണിച്ച് അവനങ്ങ് കീഴടങ്ങും. ഇതിനപ്പുറമുള്ള കഴിവൊന്നും സത്യം പറഞ്ഞാൽ പാശ്ചാത്യർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഏഷ്യക്കാരനൊപ്പം ഒരിക്കലും വരത്തില്ല പാശ്ചാത്യർ യുദ്ധരംഗത്ത്. നേർക്കുനേർ യുദ്ധത്തിൽ ഒരിക്കലും അവന് ജയിക്കാൻ പറ്റില്ല. പിന്നെ സാങ്കേതികതയിൽ ഏഷ്യ വളർന്നു വരികയാണ്.
ഇന്ത്യയും ചൈനയൊക്കെ സാങ്കേതികതയിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇറാൻ പോലും അമേരിക്കൻ സാങ്കേതികതയെ കണ്ണുവെട്ടിക്കുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പാശ്ചാത്യരുടെ വീര്യങ്ങളോ യുദ്ധതന്ത്രങ്ങളോ PR ചെയ്ത ഹോളിവുഡ് സിനിമകളിൽ കൂടി മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന യുദ്ധവീര്യങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കില്ല. അതിൻ്റെ എല്ലാം അവസാനമായി കഴിഞ്ഞു.